And our goal is not in hand. ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള മൊഡ്യൂളിൽ വരുന്ന കുറച്ച് തിയറി പോർഷൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടല്ലോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യും, അല്ലെ? ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നമ്മൾ അതിൽ നിന്ന് എന്താ കിട്ടുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെ? ബാലൻസ് ഷീറ്റും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാൻ പറ്റും? അവിടുത്തെ പ്രോഫിറ്റബിലിറ്റി അറിയാം. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ്? അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്കറിയാൻ പറ്റും, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആരാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ അൾട്ടിമേറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പബ്ലിക് ഉണ്ടാവും, പിന്നെ ഗവൺമെൻറ് ഉണ്ടാവും, പിന്നെ അവർക്ക് ലെൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഇവരെല്ലാവരും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ ഇപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിലാണ് ഏത് കമ്പനിയിൽ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ നോക്കുന്നത്. ഇപ്പം അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇങ്ങനെ ലോൺ പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ക്രെഡിറ്റ് വർത്തിനെസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ നമുക്ക് മതിയാവാതെ വരും. അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ബ്രാഞ്ചസിൻ്റെ ആവശ്യം വന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി അവരൊക്കെ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റ തന്നെയാണ്. പക്ഷെ ആ ഡാറ്റ നമ്മൾ വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാണ്, വേറൊരു ആവശ്യത്തിൻ്റെ ഡെസിഷൻ മേക്കിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ, കോസ്റ്റ് അക്കൗണ്ടിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റോ സർവീസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനും അതുപോലെ കോസ്റ്റ് കൺട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്, എന്നിട്ട് അതിനെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര പൈസയായി, കറക്റ്റ് എത്ര റുപ്പീസ് ആയിന്ന് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി എന്ത് കിട്ടും? പ്രോഫിറ്റ് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ അതിൽ പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കണം, അല്ലേ? ഡയറക്റ്റ്ലി നമുക്ക് അതിൽ കോസ്റ്റ് പെർ യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ അവിടെ എത്ര പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു, അതിൽ എത്രയാണ് കോസ്റ്റ് വന്നത്, ഇതൊന്നും നമുക്ക് അതിൽ പോലെ അത് പർച്ചേസിന് അതിന് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എത്രയാണ്, ലേബറേഴ്സിന് നമ്മൾ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കൊടുത്തു, ഈ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ ഈ കണ്ടുപിടിച്ചെടുക്കുന്ന പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെയുള്ള ഡാറ്റ എടുത്തിട്ട് നമ്മൾ അതിലുള്ള നമ്മുടെ ജേർണൽ ലെഡ്ജർ, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക് എല്ലാത്തിൽ നിന്നുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ വേറെ ഒരു പ്രിപ്പയർ ചെയ്യണം, വേറേതായിട്ടൊരു സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതാണ് നമ്മൾ കോസ്റ്റിംഗ് അല്ലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബേസിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. കറക്റ്റ് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അറിഞ്ഞാലല്ലേ നമുക്ക് അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റുപ്പീസിൽ നമുക്ക് സെയിൽ ചെയ്യാം, ഇതൊക്കെ നമുക്ക് അറിയണം. ഇതൊക്കെ ഡെസിഷൻസ് നമ്മൾ എടുക്കണം. അതേപോലെ അതിൻ്റെ മേലെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിന് മേലെ നമ്മൾ ലേബറേഴ്സിന് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേബറേഴ്സിന് ഇത്ര പൈസ നമ്മൾ ലേബറേഴ്സിന് കൊടുത്തു പെർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് കൂടുതലാണോ കുറവാണോ, നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് നോക്കാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ബിസിനസ് ഇൻഫർമേഷൻ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിസിനസ് കൺസേൺ. ഇപ്പോൾ ബിസിനസ് കൺസേണിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ബിസിനസ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. അതിനാണ് നമ്മളിതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോയാൽ മതി, അതൊന്നും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ റെക്കോർഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായി ആ കാര്യങ്ങൾ നമ്മളെല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമുണ്ട്. ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. മെജോറിറ്റി ഓഫ് ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡീറ്റെയിൽസ് അവൈലബിൾ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. മെജോറിറ്റി ആൾക്കാർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൊണ്ട് അവർ ഹാപ്പിയാണ്. നമ്മളാണെങ്കിൽ ഇപ്പം ഒരു കമ്പനിയിൽ നമുക്ക് എന്താ അറിയണ്ടേ, അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അപ്പോൾ അതേപോലെ അത് എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലാബിലിറ്റീസ് ഉണ്ട്, അവിടുത്തെ സ്റ്റെബിലിറ്റി എത്രയാണ്, ബാങ്കിന് അയക്കാഞ്ഞാലും ഇതൊക്കെ അറിഞ്ഞാൽ മതി. അപ്പം മെജോറിറ്റി ആൾക്കാർക്കും ഇത് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്
കമ്പൽസറി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട് മെജോറിറ്റി ആൾക്കാരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. An analysis of these statements helps to judge the general performance and overall progress of a business concern. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ജനറൽ പെർഫോമൻസും ഓവറോൾ പ്രോഗ്രസ്സും ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. Thus, the conventional accounting known as financial accounting provides valuable information to external users such as shareholders. മെയിൻ ആയിട്ട് ഒരു ബിസിനസ്സിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ അവർക്കുള്ള ആവശ്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രെഡിറ്റേഴ്സിനുള്ളതും ഫിനാൻസിയേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ് എക്സെട്ര. അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വെച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. Though financial accounting is useful to external users, നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ആൾക്കാർക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ്ഫുൾ ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് മച്ച് യൂസ് ഫോർ ഇന്റേണൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അറിഞ്ഞിട്ട് അതിനെ എത്ര പൈസക്ക് വിൽക്കണം എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ, ക്രെഡിറ്റേഴ്സിൻ്റെ, ഫിനാൻസിയേഴ്സിൻ്റെ ഒന്നും ആവശ്യമല്ല. ആരുടെ ആവശ്യമാണ്? ഇന്റേണൽ ആവശ്യമാണ്, അല്ലെ? ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആവശ്യമാണ്. അവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, പ്രോഫിറ്റബിലിറ്റി ഒക്കെ നമ്മുടെ ആവശ്യമാണ്. അവർക്ക് മറ്റുള്ളവർക്ക് അത് അറിഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡറിന് അവിടെ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഫിനാൻസിയേഴ്സിന് എന്തറിഞ്ഞാൽ മതി, അവിടെ പ്രോഫിറ്റ് ഉണ്ടോ, അത് അവർക്ക് നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു തരുമോ, ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. ഗവൺമെൻറ് ഒന്ന് അറിയേണ്ടത് അവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നമുക്ക് എത്ര ടാക്സ് കിട്ടും, മെജോറിറ്റി ആയിട്ട് അവർക്ക് അതാണ് അറിയേണ്ടത്. പക്ഷേ ബിസിനസ്സിൻ്റെ അകത്തുള്ള അവരുടെ മാനേജ്മെൻറ്റിലാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇത് മതിയാവില്ല, ഈ ഡാറ്റ നമുക്ക് മതിയാവില്ല. This is because the management requires more detailed information that what financial accounting can provide. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറഞ്ഞിരിക്കുന്ന ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രം മതിയാവില്ല അവർക്ക് ഡിസിഷൻ എടുക്കാൻ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി, ലോസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ പ്രോഫിറ്റോ ലോസോ എന്തുകൊണ്ടുണ്ടായി, അല്ലെ ഏത് പ്രോഡക്റ്റാണ് നമുക്ക് ലോസിൽ പോണത്, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ ഡാറ്റ മതിയാവില്ല. ഹെൻസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് അനദർ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നോൺ ആസ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ ഇത്രയും ലിമിറ്റേഷൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉള്ളത് കൊണ്ടാണ് പുതിയൊരു അക്കൗണ്ടിങ് സിസ്റ്റം എമേർജ് ആയി വന്നത്. അതിൻ്റെ പേരാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ തരാൻ പറ്റാത്ത കുറച്ച് ഡാറ്റ തരാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഈസ് എ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ റെൻഡറിങ് എ സർവീസ്. പ്രൊഡക്റ്റിന് മാത്രമല്ല കോസ്റ്റ് ഉള്ളത്, സർവീസിനും കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാനോ നമുക്ക് വന്ന ടോട്ടൽ എക്സ്പെൻസിനാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് അത് പ്രോഡക്റ്റ് എന്നുള്ള ഫോമിലേക്ക് ആക്കി മാറ്റാൻ നമുക്ക് വന്ന ടോട്ടൽ എക്സ്പെൻസ്. ഇനി സർവീസ് ആണെങ്കിൽ ആ സർവീസ് റെൻഡർ ചെയ്യാൻ നമുക്ക് വന്ന എത്ര എക്സ്പെൻസ് ഉണ്ട്. ഇറ്റ് represents the resources that have been sacrificed to attain a particular objective. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പ്രൊഡക്ഷൻ ആയിരിക്കും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന, നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്ന ടോട്ടൽ റിസോഴ്സസിനാണ്. അത് നമ്മൾ പറയുന്ന മെറ്റീരിയൽ റിസോഴ്സസ് ആവാം, ഹ്യൂമൻ റിസോഴ്സസ് ആവാം. ഇപ്പോൾ എല്ലാ റിസോഴ്സസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. Every business concern, whether engaged in manufacturing of goods or providing of services, has to incur expenses on many things. നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആയിക്കഴിഞ്ഞാലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആയിക്കഴിഞ്ഞാലും അവിടെ പലതരത്തിലുള്ള എക്സ്പെൻസസ് വരുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ സർവീസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എക്സ്പെൻസസ് ഒന്നും ഇല്ല, പക്ഷെ അതിനും ഒരുപാട് എക്സ്പെൻസസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സ്പെൻസസ് എല്ലാ ഓർഗനൈസേഷനും അതുകൊണ്ട് തന്നെ ഉണ്ട്, എല്ലാ ബിസിനസ് കൺസേണിനും ഉണ്ട്. സച്ച് എക്സ്പെൻസസ് ഫോം ദ ബേസിസ് ഓഫ് കോസ്റ്റ് അസർടൈൻമെന്റ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിസ്, ഈ പറഞ്ഞ എക്സ്പെൻസസ് ആണ് ഇതിന്റെ ബേസിസ് ആയിട്ട് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ICMA ഇതിനൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Defines the term cost as the measurement in monetary terms. Monetary terms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി വാല്യൂലേക്ക് നമ്മൾ മെഷർ ചെയ്യുവാണ്. ഓഫ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ്, എത്ര റിസോഴ്സസ് യൂസ് ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര റിസോഴ്സസ് യൂസ് ചെയ്തു,
അതിൻ്റെ മോണിറ്ററി ടേംസിലുള്ള മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്, നമ്മളിപ്പം ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാണ്, അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത റിസോഴ്സസ്, സോപ്പിന് വേണ്ടി നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ്, അതുപോലെ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എംപ്ലോയീസ് നമ്മൾ കൊടുത്ത പേയ്മെൻറ്റ്, അപ്പോൾ ഇതിൻ്റെ ഒക്കെ മോണിറ്ററി ടേംസിൽ അതിനെ മണി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് മെഷർ ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മെഷർമെൻ്റ് ആണ്, മണി ടേംസിലുള്ള മെഷർമെൻ്റ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് മാത്രമല്ല കേട്ടോ, റെൻഡറിങ് സർവീസും ഉണ്ട്. ഇപ്പോൾ സർവീസ് റെൻഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിസോഴ്സസിൻ്റെ മോണിറ്ററി ടേംസിൽ അതിൻ്റെ മണി വാല്യൂയിലുള്ള മെഷർമെൻറ്റ്. ഇപ്പോൾ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ മെഷീൻ യൂസ് ചെയ്താൽ അതിനെയും നമ്മൾ മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിൻ്റെ കോസ്റ്റ് ആയിട്ട്. ഒരു മെഷീൻ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് അതിന് ഇത്ര നമുക്ക് ഇലക്ട്രിസിറ്റി ചിലവുണ്ട്, അപ്പോൾ അതുപോലെ അതിന് ഡിപ്രീസിയേഷൻ ഇത്ര വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിനിടയിൽ അത് എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രോഡക്റ്റിൽ ഒരു പ്രോഡക്റ്റിൻ്റെ മേലെ അപ്പോൾ എത്ര കോസ്റ്റ് വരും, അപ്പോൾ ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മെഷർമെൻറ്റുകളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതിന് നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ റെക്കോർഡിംഗ് ഓഫ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പെൻസ്, ആ മെഷർമെൻറ്റിനാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ കോസ്റ്റ് എഴുതി വെക്കുന്ന, അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞു, അതെന്ന് വെച്ചാൽ അതിന് മേലെ വരുന്ന നമ്മുടെ മോണിറ്ററി ട്രാൻസാക്ഷൻസിൽ, മോണിറ്ററി ടേംസിൽ ആ റിസോഴ്സസിനെ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇത്ര രൂപ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പം അതിൽ മെഷീൻ്റെ യൂസ് ചെയ്തപ്പം അത് ഇത്ര രൂപ നമുക്ക് ചിലവായി, എംപ്ലോയീസിന് നമുക്ക് ഇത്ര കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കിവിടെ മോണിറ്ററി ടേംസ് എന്ന് പറഞ്ഞാൽ റുപ്പീസിലേക്ക്. അതിനാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ മെഷർ ചെയ്ത സാധനങ്ങൾ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ എക്സ്പെൻസസ് ആർ അക്യുമുലേറ്റഡ്, റെക്കോർഡഡ്, ക്ലാസിഫൈഡ് ആൻഡ് അലോക്കേറ്റഡ് സോ ദാറ്റ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് എനി പെർട്ടിക്കുലർ പ്രോസസ് ഓർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ or service rendered can be determined with a desired level of accuracy. ഇത് വെറുതെ എഴുതി വെച്ചാൽ പോരാ, അതിനെന്ത് ചെയ്യണം, നമുക്ക് അതിനെ കണക്ക് കൂട്ടിയെടുത്ത് റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്യണം. ക്ലാസിഫൈ ചെയ്തിട്ട് മെറ്റീരിയൽ കോസ്റ്റ് ഇത്ര, അതേപോലെ ലേബർ കോസ്റ്റ് ഇത്ര, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം, അത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്ര മെറ്റീരിയൽ കോസ്റ്റ് ഇന്ന പ്രോഡക്റ്റിന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം. So that the actual cost of any particular process or unit of production, ഒരു പ്രോസസ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയോ ഒരു സർവീസിൻ്റെയോ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം വിത്ത് എ ഡിസയേർഡ് ലെവൽ ഓഫ് ആക്യുറസി. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട്, കംപ്ലീറ്റ് ആക്യുറേറ്റ് അല്ല, ഒരു വിത്ത് എ ഡിസയേർഡ് ലെവൽ ഓഫ് ആക്യുറസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. വെറുതെ റെക്കോർഡ് ചെയ്യുന്നതിന് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയില്ല. വെറുതെ നമ്മളിങ്ങനെ എഴുതി വെക്കുവാണെങ്കിൽ ഇത്രയാണ് അതിൻ്റെ മേലെ ഇത് വന്നത്, മെറ്റീരിയൽ കോസ്റ്റ് ഇത്ര എന്ന് വെറുതെ എഴുതി വെച്ചാൽ പോരാ, അത് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ കൂടെ പറ്റണം. It is the process of accounting for cost which begins with recording of expenses and ends with the preparation of periodical statement and reports for ascertaining cost. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ റെക്കോർഡ് ചെയ്യാൻ മാത്രമല്ല, എന്തൊക്കെ വന്നിട്ടുണ്ട്, റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസസ് എന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ് നമ്മൾ റെക്കോർഡിംഗ് ആണ്, റെക്കോർഡ് ചെയ്തതിന് ശേഷം ആൻഡ് എൻഡ്സ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഫോർ അസർട്ടൈനിങ് കോസ്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ പീരിയോഡിക്കലി സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം, റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റണം. അത് വെച്ച് നമുക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. J.M. Friedman defines cost accounting as the process of recording, classifying, allocating and reporting various costs incurred in the operations of an enterprise. ഒരു enterpriseൻ്റെ ഓപ്പറേഷൻസിൽ വരുന്ന വേരിയസ് കോസ്റ്റിൻ്റെ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അലോക്കേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ പണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡെഫിനേഷൻ പഠിച്ച പോലെ തന്നെ ഇല്ലേ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്. അത് റെക്കോർഡ് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം, അതിനെ അലോക്കേറ്റ് ചെയ്യണം, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ആർക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരാണോ ഡിസിഷൻ എടുക്കേണ്ടത് അവർക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. വെറുതെ റെക്കോർഡ് ചെയ്തിട്ട് കാര്യമില്ല, ക്ലാസിഫൈ ചെയ്തിട്ട് കാര്യമില്ല, എത്തേണ്ട അടുത്ത് സാധനം എത്തണം അല്ലേ. അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്, വേരിയസ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ ഓപ്പറേഷൻസ് ഓഫ് എൻ എൻ്റർപ്രൈസ്. അപ്പോൾ എൻ്റർപ്രൈസിൻ്റെ ഓപ്പറേഷൻസിൽ വന്ന ഡിഫറെൻറ്റ് കോസ്റ്റുകൾ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, അലോക്കേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടൻസി ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി കോസ്റ്റ് അക്കൗണ്ടൻസി ആണ്. കോസ്റ്റ് accountancy is the accounting of cost and revenue by applying the cost accounting principles and methods. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് വെച്ചിട്ട് കോസ്റ്റും അതേപോലെ റവന്യൂവും നമ്മൾ റെക്കോർഡ് ചെയ്യുവാണ്. ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ് ആൻഡ് അസർട്ടൈനിങ് ദ പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയുള്ള ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. The term cost accountancy is wider and broader in coverage than cost accounting. കോസ്റ്റ് അക്കൗണ്ടിനെയും കാട്ടി നമ്മൾ വൈഡർ ആണ്. വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെന്നുള്ള നമ്മൾ റെക്കോർഡിംഗ് പറഞ്ഞത്. അപ്പോൾ റെക്കോർഡിംഗ് കൂടി ഇതിലുണ്ട്. അത് കൂടാതെ കോസ്റ്റ് കൺട്രോളും അതൊക്കെ വരുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് കൺട്രോൾ. ഒന്നാമത് കോസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്, കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്, കോസ്റ്റ് ഓഡിറ്റ് വരുന്നുണ്ട്, ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു മാനേജറിയൽ പേഴ്സണൽ ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എന്നിട്ട് ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ മാനേജറിയൽ പേഴ്സണിന് കൊടുക്കും ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഇതിൽ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് ഓഡിറ്റ് എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ടാകും, പക്ഷേ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ് അക്കൗണ്ടൻസി ആസ് കോസ്റ്റ് അക്കൗണ്ടൻസിയെ നമ്മൾ പിന്നെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാന്ന് നോക്കാമല്ലോ. ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദ സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ആസ് വെൽ ആസ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പം എന്താ പറഞ്ഞത്? ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ടെക്നിക്സും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഒക്കെ ഇല്ല. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ടെക്നിക്സും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക. എവിടത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ടു ദ സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ എന്നുള്ള പറഞ്ഞ പ്രാക്ടീസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ. ആൻഡ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റബിലിറ്റിയും കൂടി കണ്ടുപിടിക്കുന്നു. അപ്പം മറ്റേത് നമ്മൾ റെക്കോർഡിങ് മാത്രമേ പറഞ്ഞുള്ളൂ. മെയിനായിട്ട് റെക്കോർഡിംഗ് ആണ് പറയുന്നത്. അതിൻ്റെ അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടൻസി വരുന്നത്. അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് കൺട്രോളും അതേപോലെ അതിൽ നിന്ന് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നു. ആസ് വെൽ ആസ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. അതിനുശേഷം നമ്മൾ മാനേജ്മെൻറ്റിന് എങ്ങനെയാണോ ആവശ്യം ആ രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുവാണ്. അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കുന്നതിനാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റിംഗ് നോക്കാം. കോസ്റ്റിങ്ങിൻ്റെ മീനിങ് ഡെഫിനിഷൻ. അപ്പം നമ്മളിങ്ങനെ കുറേ ടേംസ് പഠിക്കുവാണ്. ആദ്യം നമ്മൾ കോസ്റ്റ് പഠിച്ചു, കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചു, കോസ്റ്റ് അക്കൗണ്ടൻസി പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക് ഓഫ് അസർടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനാണ്, ആ ടെക്നിക്കിനെയാണ് നമ്മൾ പറയുന്നത് കോസ്റ്റിംഗ് എന്ന്. നമ്മൾ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റും അതേപോലെ സർവീസും ഒക്കെ കണ്ടുപിടിക്കുന്നില്ലേ, അസർടൈൻ ചെയ്യുന്നില്ലേ, അതിൻ്റെ ടെക്നിക്കിനാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ്, റെക്കോർഡിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ അത് ക്ലാസിഫൈ ചെയ്യും, റെൻഡറിങ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് കോസ്റ്റിംഗ് എന്ന്. ICMA defines costing as the techniques and process of ascertaining cost. അപ്പോൾ ഡെഫിനേഷൻ തന്നെ അങ്ങനെയാണ്. ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർടൈൻ ചെയ്യുന്ന ആ ടെക്നിക്കിനെയും പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. ദ ടേം ടെക്നിക് കൺസിസ്റ്റ് ഓഫ് എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ബൈ വിച്ച് ദ കോസ്റ്റ് ഈസ് അസർടൈൻ. അപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ പ്രിൻസിപ്പിൾസിനെ റൂൾസിനെയാണ് നമ്മൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. അത് ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് അല്ലെ പേർപ്പസ്, നീഡ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. ഇപ്പോൾ ഫസ്റ്റത്തെ പറയുന്നത് കോസ്റ്റ് റെക്കോർഡിംഗ്. കോസ്റ്റ് റെക്കോർഡിംഗ് നമുക്കറിയാം, കോസ്റ്റ് ഡാറ്റ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന, കോസ്റ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. കോസ്റ്റ് റെക്കോർഡിംഗ് റെഫേഴ്സ് ടു ദ റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻ കോസ്റ്റ് ബുക്ക്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് മാനുഫാക്ചേർഡ് ഓർ സർവീസ് റെൻഡേഡ്. അപ്പോൾ നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്താൽ പോരാ, ഇത് റെക്കോർഡ് ചെയ്യുന്ന ഏത് വേയിലായിരിക്കണം? ഇറ്റ് ഹാസ് ടു അസർടൈൻ, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണം. എന്ത് കണ്ടുപിടിക്കാനാണ്? കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് മാനുഫാക്ചേർഡ് ചെയ്ത ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സർവീസ്
ഒന്ന് പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കോസ്റ്റ് എസ്റ്റിമേഷൻ. നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഫ്യൂച്ചറിൽ ഇത്ര ഏകദേശം കണക്ക് നമ്മൾ ഉണ്ടാക്കുവാണ്. നമ്മൾ കറക്റ്റ് നമ്മൾ കഴിഞ്ഞ ഒരു ഡാറ്റയുടെ അല്ല നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്, ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിലല്ലേ നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, അപ്പം നമ്മൾ ഏകദേശം കണക്കുണ്ടാക്കുകയാണ്, അതിന് ഇത്ര ചിലവ് വരും, ഇത്രയാണ് അതിന് വരുന്ന കോസ്റ്റ്. ഇതിനാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് എസ്റ്റിമേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പ്രീ ഡിറ്റർമിനിങ് ദ കോസ്റ്റ്. മുന്നേ നമ്മൾ കണ്ടുപിടിച്ച് നോക്കുകയാണ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ടു ബി മാനുഫാക്ചർഡ് ഓർ സർവീസ് ടു ബി റെൻഡഡ്. പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുന്നതിന് പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് മെയിൻലി മെയിൻ ഫോർ കോസ്റ്റ് എസ്റ്റിമേഷൻ. അപ്പം കോസ്റ്റ് അക്കൗണ്ടിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഫോർ ദ പേർപ്പസ്, ഈ കാര്യത്തിനോട് നമ്മൾ എന്തൊക്കെ ചെയ്യും? ദ കോസ്റ്റ് അസർട്ടൈൻഡ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് പീരിയഡ് ഈസ് സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ തൊട്ട് മുന്നത്തെ വർഷം ഉണ്ടായ കോസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കും. ആൻഡ് അലവൻസസ് ആർ മെയ്ഡ് ഫോർ ദ ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇത്രയും പ്രോഡക്റ്റ് വാങ്ങിച്ചത്, റോ മെറ്റീരിയൽസ് വാങ്ങിച്ചത് ഈ പ്രൈസിനാണ്, അതൊന്ന് നമ്മൾ നോക്കി. അതിനുശേഷം ആ സെയിം റോ മെറ്റീരിയലിന് ഈ വർഷം വരുന്ന പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ് എന്താണെന്ന് നോക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അതിലും കുറഞ്ഞ പ്രൈസിൽ കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ പ്രൈസ് കൂടിയെന്ന് വരാം. അപ്പോൾ ആ ഫ്ലക്ച്വേഷൻസ് നമ്മൾ നോക്കുവാണ്. ഇൻ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ്സ് ഓഫ് ലേബർ. മെറ്റീരിയൽ മാത്രമല്ല, നമ്മൾ ആൾക്കാർക്ക് കൂലി കൊടുക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അല്ലേ, കൂലി കൂടി വരുവാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിലുള്ള ഫ്ലക്ച്വേഷൻസ് നോക്കും. ആൻഡ് അതർ എക്സ്പെൻസസ്, ഇതുകൂടാതെ വേറെയും എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പെൻസസിലെല്ലാം വരുന്ന ഫ്ലക്ച്വേഷൻസും കൂടെ റെക്കോർഡ് ചെയ്തതിന് ശേഷം, അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ വർഷം നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു 10 രൂപയുടെ, അല്ല 5 രൂപ മെറ്റീരിയൽ കോസ്റ്റായി, 5 രൂപ എന്ത് ചെയ്തു? നമ്മൾ ലേബറേഴ്സിന് കൊടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾ അങ്ങനെയാണെന്ന് വിചാരിക്കും, 10 രൂപയാണ് വന്നത്. അപ്പം ഈ സെയിം മെറ്റീരിയൽ ഈ വർഷം 5 രൂപക്ക് കിട്ടുമോ നമ്മൾ ആദ്യം അറിയണം അല്ലേ. അപ്പം ആ ഫ്ലക്ച്വേഷൻസ് നോക്കി 5 രൂപ കിട്ടില്ല, 6 രൂപക്ക് കിട്ടുമെങ്കിൽ നമ്മളെ കോസ്റ്റ് എത്രയായി മാറി? ഇവിടെ 11 രൂപയായി മാറി. അപ്പോൾ എസ്റ്റിമേറ്റ് നമ്മൾ 11 രൂപയായി മാറും. അപ്പോൾ ഇതിനാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് റെഫേഴ്സ് ടു അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ് after the production of a product or rendering of service is over or is in the process of completion. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിന് എത്ര പൈസ ചിലവായി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. കഴിഞ്ഞതിന് ശേഷം നമ്മളത് കണ്ടുപിടിക്കുകയാണ്. അതാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിന് എത്ര കോസ്റ്റ് വരുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ആക്ച്വൽ ഡാറ്റ. നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ഡാറ്റ കിട്ടും, ഇത്രയാണ് ചിലവായത്. അതിനനുസരിച്ച് കണ്ടുപിടിക്കുന്നതിനാണ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് പ്രസൻറ്റേഷൻ. ഇതിനുശേഷം നമ്മൾ കോസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്യുക അല്ലേ, നമുക്ക് ആർക്കാണോ ആവശ്യമുള്ള അവർക്ക് അത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോസ്റ്റ് പ്രസൻറ്റേഷൻ റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് കറക്റ്റ് ഡാറ്റ ടു വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡാറ്റ ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച്, ഇപ്പം ലോവർ ലെവൽ മാനേജ്മെൻറ്റിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറി ലെവലിൽ ഫാക്ടറി മാനേജർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതേസമയം നമ്മുടെ CEO ലെവലിലുള്ള ആൾക്കാർക്ക് അറിയേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഓരോരാൾക്കും എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഓരോരാൾക്കും റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇറ്റ് എയിംസ് അറ്റ് സപ്ലൈയിങ് ദ റൈറ്റ് ഇൻഫർമേഷൻ ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് ഫോം. അപ്പോൾ ശരിയായ ഇൻഫർമേഷൻ ശരിയായ പേഴ്സണിന് ശരിയായ സമയത്ത് ഇൻ ദ റൈറ്റ് ഫോം ശരിയായ രീതിയിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ കോസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരേ കോസ്റ്റിൻ്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യല്ല. നമ്മളിപ്പം ഫാക്ടറി ലെവലിലുള്ള മാനേജേഴ്സിന് ഇന്ന കാര്യങ്ങൾ അറിയേണ്ടത്, അപ്പോൾ അവർക്ക് ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം. അതും ഏത് സമയത്താണ് ആവശ്യം, ഏതാണ് കറക്റ്റ് പേഴ്സൺ അവർക്ക് തന്നെ കൊടുക്കണം, ഏത് സമയത്താണ് അവർക്ക് അത് ആവശ്യമുള്ള ആ സമയത്ത് തന്നെ കൊടുക്കണം, ശരിയായ രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. ഇറ്റ് പ്രൊവൈഡ്സ് കോസ്റ്റ് ഡാറ്റ ടു വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇതിനാണ് നമ്മൾ പറഞ്ഞത് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവർക്ക്
കോസ്റ്റ് ഡാറ്റ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ കോസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലേ? ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈംലി ഡിസിഷൻ ടേക്കിംഗ് ബൈ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ്റെ ബേസിലാണ് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. അതിൻ്റെ സക്സസ് അതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അതും ടൈംലി ഡിസിഷനാണ്. ഇപ്പം എടുക്കേണ്ട ഡിസിഷൻ ഇപ്പം തന്നെ എടുത്തിരിക്കണം. ടൈംലി ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനലൈസ്ഡ് ഡാറ്റ. ഇപ്പോൾ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഡാറ്റ വേണം. വെറുതെ നമ്മുടെ അസംഷൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കണം ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കൂടുതലാണ്, അതും കട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് വെറുതെ നമ്മൾ അതിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്താൽ ചിലപ്പം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ എഫക്റ്റ് ചെയ്യും അത്. അപ്പോൾ ശരിക്കും കോസ്റ്റ് ഈ കൂടുതലാണോ വന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ദ റിക്വയർഡ് ഡാറ്റ ഫോർ ടേക്കിംഗ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഇവർക്ക് ആവശ്യമുള്ള ഈ ഡാറ്റ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസിഷൻ എടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് കോസ്റ്റ് കൺട്രോൾ, അത് കഴിഞ്ഞ് കോസ്റ്റ് റിഡക്ഷൻ. രണ്ടും നമുക്ക് ഏകദേശം ഒരുപോലെ ഉണ്ടാകും, പക്ഷെ എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. കോസ്റ്റ് കൺട്രോൾ ഇസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് ഇൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റിൽ നമുക്ക് കോസ്റ്റിൽ ശരിക്കും വരുന്ന കാര്യങ്ങൾ മെറ്റീരിയൽ, ലേബർ ഒക്കെ വരുന്നുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ റോ മെറ്റീരിയൽസിന് പൈസ കൊടുക്കണം, അതുണ്ടാക്കുന്ന ലേബറേഴ്സിന് കൂലി കൊടുക്കണം, അതുകൂടാതെ വേറെ എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പം ഇതിലുള്ള വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. ഇതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് കൺട്രോളിങ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജസ്. Cost control is the procedure whereby actual results are compared against the standards so that wastage can be measured and appropriate corrective action can be taken. അപ്പോൾ നമ്മൾ പറഞ്ഞു വേസ്റ്റേജ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വേസ്റ്റേജ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കത് കമ്പയർ ചെയ്യാൻ ഒരു ഡാറ്റ വേണം. ശരിക്കും ഇത്രയാണ് വേണ്ടത്, ഇതിൽ കൂടിക്കഴിഞ്ഞാൽ വേസ്റ്റേജ് ആണ്. ഇപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ഇന്ന മെറ്റീരിയൽ 100 grams ആണ് വേണ്ടത്. അപ്പോൾ ഈ 100 grams കൂടിക്കഴിഞ്ഞാൽ അത് വേസ്റ്റേജ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, എത്രയാണ് വേണ്ടതെന്ന് അറിയണം. അതിനുശേഷം ശരിക്കും നമുക്ക് എത്ര ചിലവായി എന്നറിയണം. ഇതിൻ്റെ വേരിയേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? കോസ്റ്റ് കൺട്രോൾ ഇസ് ദ പ്രൊസീജിയർ വെയർ ബൈ ആക്ച്വൽ റിസൾട്ട്സ് ആർ കമ്പയർഡ് അഗൈൻസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഡാറ്റ നമുക്ക് ഉണ്ടായിരിക്കണം, അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. സോ ദാറ്റ് വേസ്റ്റേജ് ക്യാൻ ബി മെഷേർഡ്. എന്നാൽ മാത്രമേ വേസ്റ്റേജ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അപ്രോപ്രിയേറ്റ് കറക്റ്റീവ് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ. എന്നാൽ മാത്രം നമുക്ക് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് വെറുതെ ഒഴുകി പോകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വേസ്റ്റേജ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് എത്ര വേണം, അല്ല കറക്റ്റ് എത്ര ടൈം എടുക്കണം ഒരു എംപ്ലോയിക്ക്. അപ്പം അതിൽ കൂടുതൽ അയാൾ ആ ടൈം അവിടെ കൂടുതൽ ടൈം എടുത്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേസ്റ്റേജ് ആണ് അല്ലേ? ഇപ്പോൾ ഒരു എംപ്ലോയി 1 മണിക്കൂർ കൊണ്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ വെക്കുവാണ്. വേറൊരു എംപ്ലോയി വെച്ച് കഴിഞ്ഞപ്പോൾ അയാൾ 2 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പം ഒന്നാമത്തെ എംപ്ലോയി 8 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ എംപ്ലോയി 4 യൂണിറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റേജ് അല്ലേ? ഇയാൾക്കും നമ്മൾ 100 രൂപ കൊടുക്കും ഒരു ദിവസം, മറ്റേ ആൾക്ക് 100 രൂപ കൊടുക്കും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ലേബർ കോസ്റ്റിൻ്റെ വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, എന്നിട്ട് അതെന്ത് ചെയ്യും? ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യും. കോസ്റ്റ് കൺട്രോൾ ഈസ് എഫക്റ്റഡ് ത്രൂ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. നമ്മളിത് പറഞ്ഞില്ല, സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പയറിങ് സ്റ്റാൻഡേർഡ് വിത്ത് ആക്ച്വൽ ടു ഗെറ്റ് വേരിയൻസ്. അത് ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യാം, അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അനലൈസിങ് ദ വേരിയൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് സ്റ്റെപ്സ്. എന്നിട്ട് ഈ വേരിയൻസ് അനലൈസ് ചെയ്യാം, ഇത് കറക്റ്റീവ് സ്റ്റെപ്സ് നടത്തും. എന്നുവെച്ചാൽ ഇപ്പോൾ എംപ്ലോയി നമ്മൾ ആദ്യം ഗൈഡൻസ് കൊടുക്കും, 1 hour ആണ് നമ്മൾ അതിനിടയിൽ ചെയ്യണം, ഇങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ കറക്റ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ വേസ്റ്റേജ് നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കും. കോസ്റ്റ് കൺട്രോൾ ഇസ് ഡിഫൈൻഡ് ബൈ ICMA ലണ്ടൻ ആസ് ദ ഗൈഡൻസ് ആൻഡ് റെഗുലേഷൻസ് ബൈ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് അണ്ടർടേക്കിംഗ്. ഇപ്പോൾ ഒരു അണ്ടർടേക്കിങ്ങിൻ്റെ ഗൈഡൻസ് ആൻഡ് റെഗുലേഷൻ, അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ പറയാം. Cost reduction refers to the real and permanent reduction in the cost per unit of goods manufactured or service rendered without affecting their quality and suitability. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് പ്രോസസ്സാണ്. പെർമനൻ്റ്ലി ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മളങ്ങ് കുറക്കുവാണ്, കോസ്റ്റ് പെർ യൂണിറ്റ് കുറക്കുവാണ്. വിത്തൗട്ട് എഫക്റ്റിംഗ് ദർ ക്വാളിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും സ്യൂട്ടബിലിറ്റിയും കുറക്കാതെ. ഇപ്പോൾ നമ്മളോട് പറയുകയാണ് ഇവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രോഡക്റ്റ്, ഇപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ 10 രൂപക്ക് വാങ്ങിച്ചത് 2 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്ന് വെച്ചോ, അപ്പോൾ നമ്മുടെ ശരിക്കും
ശരിക്കും പറഞ്ഞാൽ അത് ചില സമയത്ത് ക്വാളിറ്റി എഫക്റ്റ് ചെയ്തെന്ന് വരും അല്ലേ. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യണം. അപ്പോൾ ക്വാളിറ്റിയെ കുറക്കാത്ത രീതിയിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ബൈ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ മെയിനായിട്ട് അതിൽ നമ്മൾ പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതൊരു 1 lakh യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ അളവ് കൂടി അല്ലേ. റോ മെറ്റീരിയൽസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. നമ്മളിപ്പം റീറ്റെയിലിൽ വാങ്ങിക്കുന്ന ഹോൾസെയിൽ വാങ്ങിക്കുന്നത് നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതൊരു പെർമനൻറ്റ് റിഡക്ഷൻ അല്ലേ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കാലത്തേക്കല്ല, പെർമനൻ്റ്ലി നമ്മുടെ കോസ്റ്റ് അത്രയായിട്ട് കുറയും. അപ്പോൾ ഇത് മെയിനായിട്ട് അതിൽ ചെയ്യുന്ന ഇതാണ് കോസ്റ്റ് റിഡക്ഷൻ, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പെർമനൻറ്റ് എലിമിനേഷൻ ഓഫ് ഓൾ വേസ്റ്റേജസ്. അതുപോലെ തന്നെ എല്ലാ വേസ്റ്റേജസും പെർമനൻ്റ്ലി എലിമിനേറ്റ് ചെയ്തുകൊണ്ടും നമുക്കിത് അച്ചീവ് ചെയ്യാം. ICMA London defines cost reduction as the achievement of real and permanent reduction in the unit cost of goods manufactured or service rendered without impairing their suitability for the use intended or diminution in the quality of the product. അപ്പോൾ ക്വാളിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ സ്യൂട്ടബിലിറ്റിയും കുറക്കാതെ അതിൻ്റെ റിയൽ ആൻഡ് പെർമനൻ്റ് ആയിട്ടുള്ള റിഡക്ഷൻ ഇൻ കോസ്റ്റിനാണ് നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞത്. അതിന് നെക്സ്റ്റ് ഈ പറഞ്ഞ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ആദ്യം നമ്മളെ മീനിങ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ്റെ കോസ്റ്റ് കൺട്രോളിൻ്റെ മീനിങ് എന്തായിരുന്നു? നമ്മുടെ ആ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് ചെയ്തിട്ട് നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പെർമനൻ്റ്ലി ഉള്ള റിഡക്ഷനാണ് നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മീനിങ് നോക്കാം. കോസ്റ്റ് കൺട്രോൾ ഇസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജസ് ഇൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസ് ഓഫ് പ്രൊഡ്യൂസിങ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എലിമിനേറ്റിംഗ് വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡിനനുസരിച്ച് കമ്പയർ ചെയ്തിട്ട് വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാം. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഓർ സർവീസ് റെൻഡഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദർ ക്വാളിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി. ക്വാളിറ്റിയും സ്യൂട്ടബിലിറ്റിയും എഫക്റ്റ് ചെയ്യാതെ നമ്മൾ പെർമനൻ്റ്ലി കോസ്റ്റ് കുറയ്ക്കുന്നതിനാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. Its nature, it helps to keep the cost temporarily under control as per the standard set. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ടെമ്പററിലി നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ആവുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ ദ യൂണിറ്റ് കോസ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് നമ്മളെ കോസ്റ്റ് പെർ യൂണിറ്റ് കുറക്കാൻ പറ്റും കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് മെത്തേഡ്, എങ്ങനെയായിരുന്നു നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്തുന്നത്? നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, ആക്ച്വലായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അല്ലേ. കോസ്റ്റ് കൺട്രോൾ ഈസ് ഓപ്പറേറ്റഡ് ത്രൂ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കമ്പയറിംഗ് ദം വിത്ത് ആക്ച്വൽ പെർഫോമൻസ് സോ ദാറ്റ് ഡീവിയേഷൻ ഈസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് കറക്റ്റഡ്. നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ്സ് ആദ്യം സെറ്റ് ചെയ്യും, എന്നിട്ട് അതെന്ത് ചെയ്യും? ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോസ്റ്റ് കൺട്രോളിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് റിഡക്ഷൻ്റെ മെത്തേഡ് നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ക്രിട്ടിക്കൽ കോസ്റ്റ് എക്സാമിനേഷൻ, അനാലിസിസ് ആൻഡ് ചെക്കിംഗ് ആൻഡ് റിവൈസിങ് ദ സ്റ്റാൻഡേർഡ്സ് ഇഫ് നെസസറി. നമ്മൾ ക്രിട്ടിക്കൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ടെമ്പററി പ്രോസസ്സാണ്. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ചിലപ്പോൾ ആ സ്റ്റാൻഡേർഡ് നമുക്ക് തന്നെ പിന്നീട് മാറ്റേണ്ടി വരാം. പക്ഷെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മളത് എക്സാമിൻ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ്സ് നമ്മൾ റിവൈസ് ചെയ്ത് കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡക്ഷനും വേണ്ടി നമ്മൾ എന്തൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്? കോസ്റ്റ് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ലേ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ബഡ്ജറ്റ് കൺട്രോളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മളിപ്പോൾ പറഞ്ഞാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ആക്ച്വലായിട്ട് കമ്പയർ ചെയ്ത്, അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടല്ലേ. അതിന് ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ജോബ് അനാലിസിസ് എക്സെട്ര.
വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കിനെ സ്റ്റഡി ചെയ്യുകയാണ് അതിന്. അതുപോലെ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഓരോ വർക്ക് ചെയ്യാൻ എത്ര ടൈം എംപ്ലോയീസിന് ആവശ്യമുണ്ട്. മോഷൻ സ്റ്റഡി, അതിൽ എത്ര മൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. ജോബ് അനാലിസിസ്, എന്താണ് ജോബ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇങ്ങനെ കുറേ സ്റ്റഡീസ് നടത്തിയിട്ടാണ് നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നത്. ഇതും നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ കേസിൽ എന്തൊക്കെയാണ് വരുന്നത്? റിട്ടൻഷൻ ഓഫ് ക്വാളിറ്റി ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. കോസ്റ്റ് കൺട്രോളിൽ നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ചിലപ്പം ക്വാളിറ്റി എഫക്ട് ചെയ്തെന്ന് വരാം. പക്ഷേ കോസ്റ്റ് റിഡക്ഷനിൽ നമ്മൾ പറയുന്നത് റിട്ടൻഷൻ ഓഫ് ക്വാളിറ്റി ഈസ് ഗ്യാരണ്ടീഡ്. നമ്മൾ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ക്വാളിറ്റി എഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം കോസ്റ്റ് റിഡക്ഷൻ നടത്തേണ്ടത്. നെക്സ്റ്റ് എംഫസിസ്. എംഫസിസ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. പഴയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുകയാണ്, അതിനനുസരിച്ച് പ്രസൻറ്റിലെ ഡാറ്റയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ നോക്കാം, എംഫസിസ് ഓൺ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ഇപ്പോഴിങ്ങനെയാണ്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോളിസീസ് ഉണ്ടാക്കുകയാണ് കോസ്റ്റ് റിഡക്ഷനിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് കൺട്രോൾ ഇസ് എ പ്രിവെൻറ്റീവ് ഫംഗ്ഷൻ. അത് നമ്മൾ ആ കോസ്റ്റിനെ നമ്മൾ വേസ്റ്റേജ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കറക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ പെർമനൻ്റ്ലി ആ കോസ്റ്റ് കൺട്രോളിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിഫറൻസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് പേർക്ക് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാനേജ്മെൻറ്റ് കാര്യം തന്നെ നോക്കാം. അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സപ്ലൈസ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ. നമ്മൾ കോസ്റ്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസിഫൈസ് കോസ്റ്റ് ആൻഡ് റവന്യൂ per the requirements of management and supplies the maximum information possible. നമ്മൾ ആ കോസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ മാത്രമല്ല അതിനെ ക്ലാസിഫൈ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള മാക്സിമം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അപ്പം അവർക്ക് മാക്സിമം ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് മാനേജ്മെൻറ്റിന്. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ്സ് പ്ലാനിങ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ട് പരിപാടികൾ പ്ലാനിങ്, അങ്ങനെയൊക്കെ കൺട്രോളിങ് ഇതൊക്കെയാണല്ലേ. അപ്പോൾ പ്ലാനിങ്ങിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് എനാബിൾസ് മാനേജ്മെൻറ്റ് ടു നോ ഫ്യൂച്ചർ കോസ്റ്റ്. അപ്പോൾ ഇപ്പോൾ എത്രയാണ് കോസ്റ്റ് നമ്മൾ പറഞ്ഞില്ല, അതിൽ വേരിയേഷൻസ് വെച്ച് നമ്മൾ ഫ്യൂച്ചർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ദാറ്റ് അപ്രോപ്രിയേറ്റ് പ്ലാൻസ് ക്യാൻ ബി മെയ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്യൂച്ചറിലുള്ളതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് എന്താ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. അസിസ്റ്റ് ഇൻ പ്രൈസ് ഫിക്സിങ്. നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എന്താണ്? എത്ര കോസ്റ്റ് വന്നു എന്ന് അറിയണം അല്ലേ. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് നോട്ട് ഓൺലി ഡ്യൂറിങ് നോർമൽ കണ്ടീഷൻസ് ഓഫ് ബിസിനസ് ബട്ട് ഓൾസോ ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ട്രേഡ് സൈക്കിൾ. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും വെച്ചാൽ നമ്മൾ ഫ്ലക്ച്വേഷൻസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓരോ സമയത്തുള്ള നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യാൻ പറ്റും കോസ്റ്റിൻ്റെ ബേസിൽ. നെക്സ്റ്റ് ഡിസ്ക്ലോസസ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം കോസ്റ്റ് കുറച്ച് നമ്മളെ കസ്റ്റമേഴ്സിന് ക്വാളിറ്റി കുറയാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ശരിക്കും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. Cost accounting reports about the profitability of various activities. It enables the management to make every effort to improve the operating efficiency. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയുടെയും പ്രോഫിറ്റബിലിറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം പ്രോഫിറ്റബിലിറ്റി കുറവുള്ളതിനെ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനും അതിൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും നമുക്ക് പറ്റും. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് മാനേജ്മെന്റ് ഇൻ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനനുസരിച്ച് അതിൽ നമ്മൾ ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഇത്രയാണ്, ഇന്ന എംപ്ലോയീസിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയാണ് നമ്മുടെ എംപ്ലോയീസിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ്സ് കോസ്റ്റ് കമ്പാരിസൺ. കോസ്റ്റ് കമ്പയർ ചെയ്യാനും പറ്റുന്നുണ്ട്. കോസ്റ്റ് കമ്പാരിസൺ ഓഫ് ജോബ്സ്, പ്രോഡക്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ടെറിട്ടറീസ് എക്സെട്ര ഈസ് മെയ്ഡ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റും അതുപോലെ സെയിൽസ് ടെറിട്ടറീസിൽ വരുന്ന കോസ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇൻ്റർഫേം കമ്പാരിസൺ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർഫേം എന്ന് വെച്ചാൽ രണ്ട് ഫേം തമ്മിലുള്ള കമ്പാരിസൺ. ഒരേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഫേംസ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വന്ന കോസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കോസ്റ്റ് എന്തുകൊണ്ട് കുറഞ്ഞു, നമ്മുടെ എന്തുകൊണ്ട് കൂടി, അപ്പോൾ അതൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടിങ്
കോസ്റ്റ് അക്കൗണ്ടിങ് ബൈ പ്രൊവൈഡിങ് ഓൾ ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ദ പർപ്പസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഇതിന് വേണ്ടി എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർഫേം കമ്പാരിസന് വേണ്ടിയിട്ടില്ല. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്തായിരുന്നു? നമ്മൾ അതിൽ നിന്നാണ് ഡീവിയേഷൻസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ഡിഫറെൻറ്റ് ജോബ്സ് പ്രോഡക്ട്സ് എക്സെട്ര. അപ്പോൾ കോസ്റ്റിൻ്റെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് എനാബിൾസ് മാനേജ്മെൻറ്റ് ജോബ്സ് പ്രോഡക്ട്സ് എക്സെട്ര ടു പ്രിപ്പയർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓൺ എ റിയലിസ്റ്റിക് ബേസിസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു കറക്റ്റ് ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിൻസ് കോസ്റ്റ് ഷോസ് ദ കറക്റ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻട്രീസ്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിലാണ് നമുക്ക് കറക്റ്റ് യൂണിറ്റ് പ്രൈസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രീസിൻ്റെ വാല്യൂ ഒക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. Leads to introduction of new or improved methods in order to ensure economical use of relatively scarce resources. New or improved methods of production can be developed with the help of cost data. അപ്പം നമുക്ക് സ്കാസ് ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പുതിയ മെത്തേഡ്സോ അതുപോലെ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി, പുതിയൊരു മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതാണ് കുറച്ചുകൂടി എക്കണോമിക്കലി എഫക്റ്റീവ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാനേജ്മെൻറ്റിനുള്ള ഗുണങ്ങൾ പറഞ്ഞത്. ഇനി എംപ്ലോയീസിന്, ഇപ്പോൾ എംപ്ലോയീസിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഹാവ്സ് ടു ഹാവ് എ സൗണ്ട് വേജ് പോളിസി, നല്ലൊരു വേജ് പോളിസി ഉണ്ടാവും. കോസ്റ്റ് ഡാറ്റ ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഇൻ ഡിവൈസിങ് എ സ്യൂട്ടബിൾ വേജ് പോളിസി ഫോർ ദ വർക്കേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് അല്ലേ എംപ്ലോയീസിൻ്റെ. അപ്പോൾ എംപ്ലോയീസ് ഒരു മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേജ് പോളിസി ഫിക്സ് ചെയ്യാമല്ലോ. അപ്പോൾ അവരുടെ എഫക്റ്റീവ്നെസ്സിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള വേജ് പോളിസി ഫിക്സ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റിങ്വിഷസ് എഫിഷ്യൻറ്റ് ഫ്രം ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അപ്പോൾ നമ്മളെല്ലാം വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലേ അവിടെ. അപ്പോൾ നമുക്കറിയാം ആരാണ് എഫിഷ്യൻറ്റ് വർക്കർ, ആരാണ് ഇൻഎഫിഷ്യൻറ്റ് വർക്കർ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടിങ് സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾറെഡി നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. As efficiency is rewarded for, inefficient workers also try to improve themselves to become efficient. അപ്പോൾ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് നമ്മൾ റിവാർഡ്സും കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻഎഫിഷ്യൻ്റ് ആയ വർക്കേഴ്സ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവർ റിവാർഡ്സിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്ത് എഫിഷ്യൻ്റ് ആയി മാറും. നെക്സ്റ്റ് ഓഫേഴ്സ് ഹയർ ബോണസ്. Cost accounting reduces wastage of any type whereby the cost is reduced and profitability is increased. അപ്പോൾ എല്ലാ തരത്തിലുള്ള കോസ്റ്റ് വേസ്റ്റേജസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷെയർ നമ്മൾ എംപ്ലോയീസിന് ബോണസ് ആയിട്ടും റിസീവ് ചെയ്യും. നെക്സ്റ്റ് ഓഫർ മോർ സെക്യൂരിറ്റി ഫോർ ജോബ്. Introduction of cost accounting makes a concern more prosperous and the workers get better remuneration and the job is made more secure. അപ്പം ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും കൂടിയാണ് അല്ലേ. അപ്പോൾ എംപ്ലോയീസിന് അവർക്ക് കുറച്ചും കൂടി നല്ല സെക്യൂരിറ്റി ഉള്ള ജോബ്, അവിടെ ലോസ് ആണെങ്കിൽ ചിലപ്പോൾ അവരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ല, നല്ല പ്രോഫിറ്റബിളായിട്ടായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോബ് സെക്യൂരിറ്റി കൂടി ഉണ്ടാവും. ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കാര്യം നോക്കാം. ഗവൺമെൻറ് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? പ്രൊവൈഡ്സ് റിലയബിൾ കോസ്റ്റ് ഡാറ്റ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മെയിൻ പരിപാടി എന്താണ്? കുറേ പോളിസീസ് ഉണ്ടാക്കുക, ഇതൊക്കെയാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോസ്റ്റ് ഡാറ്റ കിട്ടും, കറക്റ്റ് റിലയബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഡാറ്റ കിട്ടുന്നുണ്ട്. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എനാബിൾസ് ഗവൺമെൻറ് ടു ഫ്രെയിം ടാക്സേഷൻ പോളിസി, പ്രൈസിങ് പോളിസി എക്സെട്ര വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ കോസ്റ്റിംഗ് ഡാറ്റ. ഇപ്പോൾ കോസ്റ്റിന് ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസിങ് പോളിസീസും അതേപോലെ ടാക്സേഷൻ പോളിസീസ് എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. helps you utilize scarce resources. Costing system leads to the utilization of scarce resources in the most effective manner. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മെജോറിറ്റി ഓഫ് ഓർഗനൈസേഷനിൽ കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കവിടെ വേസ്റ്റേജ് കൂടുതൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്കാസ് റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു കൺട്രിയിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്കാസ് റിസോഴ്സസ് വെച്ചിട്ട് കൂടുതൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ പ്ലാൻസ്. പ്രോപ്പർ സിസ്റ്റം ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ഓഫ് ഗ്രേറ്റ് യൂസ് ടു ദ ഗവൺമെൻറ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് നാഷണൽ പ്ലാൻസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ജനറൽ എക്കണോമിക് പോളിസീസ്. അപ്പോൾ കുറേ പോളിസീസിൻ്റെ കാര്യത്തിലും അതേപോലെ നാഷണൽ പ്ലാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഗവൺമെൻറ്റിന് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഗവൺമെൻറ് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നത്
ഡാറ്റ വെച്ചിട്ട് പോളിസീസും അതേപോലെ ടാക്സേഷൻ പ്ലാൻസും ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഒരു ഓർഗനൈസേഷൻ എല്ലാ ഓർഗനൈസേഷൻസും സ്കാസ് റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾ ടുഗെദർ ആ കൺട്രിക്ക് തന്നെ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പബ്ലിക്കിനുള്ള ഗുണങ്ങൾ നമുക്ക് നോക്കാം. റെഡ്യൂസസ് വേസ്റ്റേജ്. ഇഫ് കോസ്റ്റിംഗ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൾ ടൈപ്സ് ഓഫ് വേസ്റ്റേജസ് ആൻഡ് ഇൻഎഫിഷ്യൻസ് വിൽ ബി റെഡ്യൂസ് ടു ദ മിനിമം. അപ്പം എല്ലാ തരത്തിലുള്ള വേസ്റ്റേജസും ഇൻഎഫിഷ്യൻസീസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഇറ്റ് എനാബിൾസ് ദ കൺസ്യൂമേഴ്സ് ടു ഗെറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അറ്റ് ചീപ്പർ റേറ്റ്. അപ്പോൾ കോസ്റ്റ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്ട്സ് വില കുറഞ്ഞിട്ട് വിൽക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ആർക്കാണ് ഗുണമുള്ളത്? പബ്ലിക് അല്ലെ കൺസ്യൂമേഴ്സിന് ചീപ്പർ റേറ്റിൽ നല്ല പ്രോഡക്ട്സ് റിസീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇംപ്രൂവ്സ് പബ്ലിക് കോൺഫിഡൻസ് ത്രൂ കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് മേക്സ് ദ പബ്ലിക് ഫീൽ ദാറ്റ് only very reasonable amount is charged by the producers for their products. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനൊരു വിശ്വാസം ഉണ്ടാകും, അവിടെ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വേസ്റ്റേജസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻഎഫിഷ്യൻസീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ മേലെ ഒരുപാട് നമുക്ക് അവർ പ്രൈസ് ചാർജ് ചെയ്തിട്ടില്ല, റീസണബിൾ മാത്രമേ അവർ പ്രൈസ് ചാർജ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. നെക്സ്റ്റ്, ഇംപ്രൂവ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ തന്നെ കുറച്ച് പേര് വേണം അല്ലേ, കോസ്റ്റ് അക്കൗണ്ടൻസ് വേണം. അപ്പോൾ അതൊരു പുതിയൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയല്ലോ. മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ക്രിയേറ്റഡ് ഇഫ് ഇൻഡസ്ട്രീസ് ആർ ഫങ്ഷൻസ് പ്രോഫിറ്റബിളി ത്രൂ ദ എഫക്റ്റീവ് ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് മാത്രമല്ല, അതിന് മാത്രമല്ല നമുക്ക് എംപ്ലോയീസിന് ആവശ്യം വരുന്നത് നമ്മൾ എല്ലാവരും പ്രോഫിറ്റബിലിറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, എല്ലാ ഇൻഡസ്ട്രീസും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷണറി ട്രെൻഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് the inflationary trend as there is always an effort on the part of management for cost control and cost reduction. അപ്പോൾ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷൻ വരുന്ന സമയത്ത് പ്രോഡക്ട്സിൻ്റെ കോസ്റ്റും കുറയാണ്, അതിനനുസരിച്ച് നമ്മൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻഫ്ലേഷനിൽ എന്താ മെയിനായിട്ട് സംഭവിക്കുന്നത്, പ്രോഡക്ട്സിൻ്റെ എല്ലാം വില കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇൻഫ്ലേഷന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഒന്നാമത്തെ, എക്സ്പെൻസീവ് ആണ് അല്ലേ. നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ സിസ്റ്റമാണ്, അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുവാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ എക്സ്പെൻസീവ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എക്സ്പെൻസീവ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് മോർ ക്ലറിക്കൽ വർക്ക്. കുറേ ക്ലറിക്കൽ വർക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് എക്സ്പെൻസീവ് ആണ്. നെക്സ്റ്റ്, ഡിപ്പെൻഡൻസ് ഓൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഡാറ്റ വെച്ചാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. The cost accountant has to depend on financial accountant to get to most of the information required. മെജോറിറ്റി കാര്യങ്ങൾക്ക് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. One accounting department may be reluctant to provide information to the cost department. അപ്പോൾ ചിലപ്പോൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റഡ് ആവണമെന്നില്ല. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം മാനേജ്മെൻറ്റ്. If the approach of the management is with full confidence and foresight, the expenses incurred on a costing system may be worthwhile, otherwise it will become waste. അപ്പം നമ്മൾ മാനേജ്മെൻറ്റിന് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വെറുതെ എംപ്ലോയ് ചെയ്ത് നമുക്ക് വേസ്റ്റ് ആയിരിക്കും. ദിവസം മാനേജ്മെൻറ്റും അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിനെ കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്തിട്ട് അവരതിനനുസരിച്ച് ഡിസിഷൻ എടുത്താൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് കാര്യമുള്ളൂ. നെക്സ്റ്റ്, പ്രോബ്ലം ഓഫ് അപ്പോർഷനിങ് blame for inefficiency. Although inefficiency may be pointed out by cost accounting department, it may become difficult to apportion blame on one or the other member of the management team. അപ്പോൾ നമ്മൾ ഇൻഎഫിഷ്യൻസി എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അത് ഇന്ന പേഴ്സൻ്റെ പേരിലേക്ക് നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലെയിം കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല, അത് കറക്റ്റ് അപ്പോർഷൻ ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് ഇൻഎഫിഷ്യൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് കാരണമാണ് അല്ലെങ്കിൽ ഇന്ന പേഴ്സൺ കാരണമാണ് നമുക്ക് കൃത്യമായിട്ട് അപ്പോർഷൻ ചെയ്യാൻ പറ്റാറില്ല. നെക്സ്റ്റ്, പ്രോബ്ലം ഓഫ് റീകൺസിലിംഗ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. The profit revealed by financial accounting and cost accounting will be different. It is difficult to analyze the cause for difference and to bring the profit to an agreement. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും നമ്മൾ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും
എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് എന്തുകൊണ്ടാണ് ഇത് വന്നത് നമുക്ക് കണ്ടുപിടിക്കാനും ചിലപ്പം പറ്റാറില്ല. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ലാക്സ് യൂണിഫോം പ്രൊസീജിയർ. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു അതിൽ ഇൻ്റർനാഷണൽ ആയിട്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരുപോലെ ആയിരിക്കും. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ടു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് may not have the same view and approach to different items and hence the result will be different. അപ്പോൾ രണ്ട് കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് ഒരേ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ ഇൻ്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ശരിക്കും അതിനൊരു യൂണിഫോം ആയിട്ടുള്ള പ്രൊസീജിയർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇത്രയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, അതിനെ കുറച്ച് ടേംസ് പഠിച്ചു, പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഫങ്ഷൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പഠിക്കാം. അപ്പം ഇതുവരെയുള്ള എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.